ഹായ് ഓൾ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് കാസർഗോഡുകാരുടെ പെരുന്നാൾ സ്നാക്കായ കൊട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 6 മുട്ടയും 1 കപ്പ് പഞ്ചസാരയും മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് ഈ ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര എടുത്തത് മിൽക്ക് മെയ്ഡിൻ്റെ ഈ ഒരു ടിന്നിലാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇനി ഇതിലേക്ക് മൈദ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ചപ്പാത്തിക്ക് കുഴക്കും പോലെ നന്നായിട്ട് കട്ടിയിൽ തന്നെ കുഴച്ചെടുക്കണം. ലൂസാക്കി എടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ മൈദൻ്റെ അളവൊന്നുമില്ല, ഇതിലേക്ക് എത്ര ആവശ്യമുള്ള ഇത്ര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ചപ്പാത്തിക്ക് കുഴക്കും പോലെ നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് നല്ല സെറ്റാവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് ഇത് ഒരു അരമണിക്കൂർ മൂടി വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക, അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഇനി ഇതിന് ഒരു വലിയൊരു ബോൾസ് എടുത്തിട്ട് ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. അപ്പോൾ ചപ്പാത്തിൻ്റെ അത്ര തിന്നാക്കണ്ട, കുറച്ച് തിക്കിൽ പരത്തിയെടുക്കണം. കുറച്ച് പൊടി വിതറി കൊടുത്തിട്ട് ഇതൊന്ന് ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. മുട്ട മിക്സിയിൽ അടിക്കുന്ന സമയത്ത് കുറച്ച് യെല്ലോ ഫുഡ് കളറും കൂടി ചേർക്കാൻ മറക്കണ്ട, അത് നേരത്തെ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഈ ഒരു തിന്നിൽ പരത്തിയെടുത്താൽ മതി. ഇനി ഇത് ഹാഫ് മൂണിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മരുന്നിൻ്റെ ബോട്ടിലിൻ്റെ മൂടി ഉണ്ടാകുന്നില്ല, അതാണ് എടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. ഇതുപോലെ ചെയ്തിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ സൈഡിൽ കൂടിയിട്ട് തന്നെ കട്ട് ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ നമുക്ക് ബാക്കി വരുന്നത് രണ്ടാമത് കുഴച്ചെടുക്കാൻ എടുക്കാം. അപ്പോൾ ഇത് ഹാഫ് മൂണിൻ്റെ ഈ ഷേപ്പിൽ തന്നെ എടുക്കണം. ഇപ്പോൾ ഒരു ചപ്പാത്തി പരത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇത് ഇതുപോലെ ഒട്ടിപ്പിടിച്ചാൽ പ്രശ്നമില്ല, എണ്ണയൊക്കെ ഇടുമ്പോൾ അത് ഇളകിക്കോളും. ഇപ്പോൾ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിന്, അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്, ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. ഇനി ഇതിപ്പോൾ ഒരു സെറ്റ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ചപ്പാത്തിൻ്റെത് ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊന്ന് വിട്ട് വരും, ഒട്ടിപ്പിടിച്ചതെല്ലാം വിട്ട് വരും. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഉള്ളു വെന്തിട്ട് കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറായി വന്നാൽ ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. ഇതിനേക്കാളും കളറാവാൻ നിൽക്കരുത്. എണ്ണ ഊറാൻ വേണ്ടിയിട്ട് ഒരു കണ്ണുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഇത് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് ഓർഡർ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതുണ്ടാക്കി ഒരുപാട് മാസം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ഇത് കാസർഗോഡുകാരുടെ ഒരു സ്പെഷ്യൽ സ്നാക്കാണ്. ഇതിനെ കൊട്ടയപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല കറുമുറയെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.